ഇപ്പോൾ ഞാൻ വളരെ ചുരുക്കത്തിൽ വേഗത്തിലൊന്ന് അവിടെ നിന്നും സച്ചിനുമായി സംസാരിച്ച ശേഷം സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക്, അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി അംഗം കൂടിയാണ്, അദ്ദേഹത്തിലേക്ക് പോകാം. സച്ചിൻ, അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിച്ച സംസ്കാര ചടങ്ങുകൾ ഇതുവരെ എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിട്ടുണ്ട്? അത്തരം കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ, വേണ്ട കാര്യങ്ങൾ വേഗത്തിൽ. ഇപ്പോൾ നിലവിൽ ശക്തമായ ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഈ മേഖലയിലുള്ളത്. മഴയുണ്ടോ? നിലവിൽ ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മേഖലയിൽ. അതിനാൽ തന്നെ സംസ്കാര പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. കാരണം മൃതദേഹങ്ങൾ എടുത്തു വരുന്ന ഭാഗത്തൊക്കെ ഈ വളണ്ടിയർമാർക്ക് ഒരു ഭീഷണിയുണ്ട്. കാരണം വഴുതി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ മേഖലയിൽ വഴിയൊക്കെ ഒരുക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ. നിലവിൽ ആംബുലൻസ് 9ഓളം ആംബുലൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ 100-ലധികം ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 30 പൂർണ്ണ മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ സംസ്കരിച്ചു. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ് സംസ്കാരം നടന്നത്. ആദ്യം 16, പിന്നീട് 14 സംസ്കരിച്ചു. ഇപ്പോൾ 50-ലേറെ ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 9 ആംബുലൻസുകളിൽ ശരീരഭാഗങ്ങൾ എത്തിച്ചിട്ടുണ്ട്. 100-ലേറെ ശരീരഭാഗങ്ങൾ സംസ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അത് ഓരോ ശരീരഭാഗവും പ്രത്യേകമായി തന്നെ കണ്ട് നമ്പറിട്ട് സംസ്കരിക്കുന്നു, മറവ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അവിടെ ആ നമ്പർ രേഖപ്പെടുത്തപ്പെട്ട ഒരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു, ഇങ്ങനെയല്ലേ സച്ചിൻ? തീർച്ചയായും ശരത്. കാരണം DNA പരിശോധനയുടെ രേഖകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സംസ്കാര പ്രവർത്തനങ്ങൾ, അതായത് ശരീരഭാഗങ്ങളാണെങ്കിൽ പോലും ഒരു മൃതദേഹത്തിന് നൽകുന്ന ആദരവോട് കൂടിയാണ് ഇവിടെ സംസ്കാര പ്രവർത്തനങ്ങൾ. അതെ, സച്ചിന പറഞ്ഞതാണ് അതിൻ്റെ കേരളം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഒരു നാട് പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി കാട്ടിക്കൊടുക്കുകയാണ്. അത് ഭാവി കാലത്താകെയും രാജ്യത്തിന് മുമ്പിലെ ശരിയായ ഒരു മാതൃക തന്നെയാണ്. അങ്ങനെ മരണപ്പെട്ടവരെ ആ നിലയിൽ കൈയൊഴിയേണ്ടതല്ല എന്നും അവരെയെല്ലാം ആ നിലയിൽ തന്നെ സ്നേഹത്തോടെ, ആദരവോടെ, ദുഃഖത്തോടെ, കണ്ണീരോടെ, അപ്പോഴും ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തന്നെ അതിനുവേണ്ട നടപടികൾ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഓരോ ആക്ഷേപത്തിന് പോലും ഇടവരുത്താത്ത വിധം ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളിടത്താണ് നമ്മുടെ നാട്. നമ്മൾ അഭിമാനകരമായി ഈ വലിയ ദുഃഖമുള്ളപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത് ആ നിലയിൽ വേണം അതിനെ കാണാൻ എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ആവർത്തിച്ചു പറയാനുള്ളത്. ഈ കാഴ്ച ഓരോന്നും നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ടത് ആ വിധത്തിലാണ്.